നമുക്ക് നല്ലൊരു മഫിൻസ് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മഫിൻസാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് മഫിൻസ് ചെയ്യുന്നത് സോർ ക്രീമിലാണ്. സോർ ക്രീം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷേ എല്ലാവർക്കും അത് അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് പകരം ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോർ ക്രീമായി മാറും. 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്രീം റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സോർ ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗ്രീക്ക് യോഗേർട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്റ്റെയിനർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. മൈദപ്പൊടിയാണ് എടുക്കുന്നത്. 1/3 അളവിൽ കൊക്കോ പൗഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഷുഗർ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ അളവിൽ സോൾട്ട്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. 2-3 തവണ ഇത് നന്നായിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ തവണ അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് സോർ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. കേർഡ് പറ്റില്ല കേട്ടോ. കേർഡിനേക്കാൾ നല്ലത് ഗ്രീക്ക് യോഗേർട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവർ മിക്സ് ആവാൻ പാടില്ല. പതിയെ ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. നമുക്ക് വിസ്ക് മാറ്റി വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആവാനായിട്ട് പാടില്ല. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈനർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണേ. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ലൈനറും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി ഇവിടെ ഞാൻ 1 കപ്പ് അളവിൽ ചോക്കോ ചിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കുത്തി ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ചോക്കോ ചിപ്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ലൈനറിലേക്ക് സെറ്റ് ചെയ്യാം.
ഞാനിതാ ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 2 എണ്ണമാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന സ്കൂപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ ചെറിയ ലൈനറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിലുള്ള സൈസിൽ ഉള്ള ലൈനർ തിരഞ്ഞെടുക്കാം. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സൈസിലുള്ള ലൈനർ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ഹാഫ് പോർഷൻ മാത്രം ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് മേലെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 170 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്യാനാവുക കേട്ടോ. അതിനനുസരിച്ച് നോക്കിയിട്ട് ടൈം സെറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ മഫിൻസ് റെഡിയാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ള മഫിൻസാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മഫിൻസ് റെഡിയാണേ. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മഫിൻസാണ്. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൽ ബീറ്ററോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മഫിൻസാണ്. ഇനി വെക്കേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.